ഭഗത് സിംഗിൻ്റെ ധീര രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വിപ്ലവ വഴികളിലൂടെയുള്ള ആവേശം സൃഷ്ടിച്ച ആളുകളിൽ ഭഗത് സിംഗിനും രാജ്ഗുരുവിനും സുഖ്ദേവിനും വലിയ പ്രാധാന്യമാണുള്ളത്. 23-ാമത്തെ വയസ്സിൽ ജീവിതത്തിന് തിരശ്ശീല വീണ ദേശീയ വിപ്ലവകാരിയാണ് ഭഗത് സിംഗ്. ഇന്നും ഭഗത് സിംഗ് നമ്മുടെ മനസ്സിലൊക്കെ തന്നെ ജ്വലിക്കുന്ന ഓർമ്മയാണ്. ഭഗത് സിംഗ് ഇന്ത്യയുടെ ഹൃദയ വികാരമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനശേഷിയുള്ള പോരാളി. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിനെതിരായ പ്രതിരോധത്തിന്റെ പ്രതീകവും നീതിക്കായുള്ള പോരാട്ടത്തിൽ തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ഭഗത് സിംഗിന്റെ ജീവിതം. 23 വർഷം മാത്രം നീണ്ട ജീവിതമായിരുന്നു ഭഗത് സിംഗിന്റേത്. പഞ്ചാബിലെ ലിയാൽപൂരിൽ ബംഗ ഗ്രാമത്തിൽ ജനിച്ച ഭഗത് സിംഗ് ചെറുപ്പം മുതൽ തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിപ്ലവമാർഗം സ്വീകരിക്കാൻ ഭഗത് സിംഗിനെ പ്രേരിപ്പിച്ചു. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തിനിടെ പഞ്ചാബ് കേസരി ലാലാ ലജ്പത് റായ് മരിച്ചത് ഭഗത് സിംഗിനെ പ്രതികാരത്തിന് പ്രേരിപ്പിച്ചു. ഒരു ബ്രിട്ടീഷ് പോലീസ് ഓഫീസറുടെ കൊലപാതകത്തിലാണത് കലാശിച്ചത്. തുടർന്ന് ഒളിവിൽ പോയെങ്കിലും 1929 ഏപ്രിൽ 8-ന് ഡൽഹി നിയമനിർമ്മാണ സഭയ്ക്കുള്ളിൽ ബോംബ് സ്ഫോടനം നടത്തി അറസ്റ്റ് വരിച്ചു. ജയിലിലും ഭഗത് സിംഗിന്റെയും കൂട്ടരുടെയും സമരം തുടർന്നു. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിക്കൊല്ലാനായിരുന്നു വിധി. മാപ്പെഴുതി നൽകാൻ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടപ്പോൾ എന്റെ മരണം കൊണ്ട് ഞാൻ ജീവിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുണ്ടാകുമെന്നായിരുന്നു ഭഗത് സിംഗിന്റെ മറുപടി. 1931 മാർച്ച് 23-ന് ഭഗത് സിംഗും സുഖ്ദേവും രാജ്ഗുരുവും തൂക്കിലേറ്റപ്പെട്ടു. ആ ധീര രക്തസാക്ഷിത്വം 93 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തിളയ്ക്കുന്ന ഓർമ്മയായി നിലകൊള്ളുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് എളുപ്പവഴികളില്ലെന്നും വിപ്ലവ വഴികളിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂവെന്നും വിശ്വസിച്ച ഭഗത് സിംഗിനും ധീര പോരാളികൾക്കും 24-ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. ഭഗത് സിംഗിനെയും അതേപോലുള്ള വിപ്ലവകാരികളെയും ഒക്കെ നമ്മൾ ഓർമ്മിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് ഇവരൊക്കെ നൽകിയ സംഭാവന നമുക്കൊരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. ഒരുപക്ഷേ അവർ ജീവൻ കൊടുത്ത് വാങ്ങിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം എന്ന കാര്യം എപ്പോഴും നമുക്ക് ഓർമ്മയുള്ളത് നല്ലത്. ഒരു പ്രേക്ഷകൻ പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് ഓക്കെ എന്ന് പറയുന്നത് വലിയ അരോചകമായി തോന്നുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഓക്കെ എന്നുള്ളത് നമ്മൾ കുറയ്ക്കുന്നു, അതിൻ്റെ ഫ്രീക്വൻസി കുറച്ചാൽ പോരെ. നമ്മൾ ഓക്കെ എന്നല്ലെങ്കിൽ പിന്നെ ഓക്കേക്ക് പോരെ എന്ത് വാക്ക് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഓവർ ടു കാലപുരി ഓക്കെ, കാലിത്തീറ്റ ഓക്കെ, അങ്ങനെ ഒരുപാട് അർത്ഥം അതിന്.